വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രാസ്മയാണ് കേട്ടോ. രാസ്മ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അച്ഛനെ എപ്പോഴും ഓർമ്മ വരും. എന്താ അറിയാം, രാജമ. എൻ്റെ അച്ഛൻ അത് ശരിക്കും നോർത്ത് ഇന്ത്യയിലെ എന്ന് വെച്ചാൽ പഞ്ചാബികളുടെ മെയിൻ ഫുഡാണ് രാസ്മ ചാവൽ. അതാണ് അവിടുത്തെ മെയിൻ ഫുഡ്. എന്ത് ഭക്ഷണം പോയാലും രാസ്മയും ചാവലാണ് ഉണ്ടാവുക. അപ്പം എൻ്റെ അച്ഛൻ എൻ്റെ കല്യാണ സമയത്ത് അവിടെ വന്നിരുന്നല്ലോ. അപ്പൊ എന്ത് ഫംഗ്ഷനും ഈ രാസ്മയും ഈ ചാവലാണ് ഉണ്ടാവുക. അപ്പൊ അവസാനം അച്ഛൻ എന്നോട് ചോദിക്കും, ഈ രാജമ്മയാണോ? ഞാനില്ല, അത് ഞാൻ ഒരു രാജമ്മയല്ല അച്ഛൻ പോലെ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ അവിടുന്ന് ഓരോട് ചോദിക്കും, സാമ്പാറുണ്ടോ? ഒരു സാമ്പാർ, ആ സാമ്പാർ കിട്ടോ? സാമ്പാർ. അത് എനിക്ക് രസമുണ്ടോ? രസമില്ല. അപ്പൊ എന്നോട് നീ എവിടെ ആളെ കണ്ടുപിടിച്ചതാ? സാമ്പാറില്ല, രസമില്ല, ഒരു ഉപ്പേരി പോലും കിട്ടാത്ത ഒരു നാട്ടിൽ ഞാൻ എങ്ങനെ താക്കുന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പോലും ചിലപ്പോ അമ്മ കുന്നമംഗലത്ത് നിന്ന് പറയും, ഇന്ന് ടൗണിൽ പോവാണെങ്കിൽ ഫ്ലാറ്റിൽ വന്നിട്ട് ഫുഡ് കഴിച്ചോണം. അപ്പൊ അച്ഛൻ ആദ്യം വിളിച്ചു, രാജന്റെ ആണോ? ഞാൻ രാജന്റെ അല്ല. എന്നാ ഞാൻ വരാന്ന് പറയും. പിന്നെ അതുപോലെ അച്ഛന്റെ അത് അച്ഛൻ ഞങ്ങള് കശ്മീരിൽ പോയ സമയത്ത് ഏട്ടൻ എന്ത് ചെയ്തു, അച്ഛനെ ചായ കുടിക്കണം എന്ന് പറഞ്ഞു. അച്ഛന് ചായ ഭയങ്കര നിർബന്ധ, 4 മണിയായ ചായ കിട്ടണം. അപ്പൊ അച്ഛൻ എന്ത് ചെയ്ത്, അച്ഛനെ ഷോപ്പിൽ എടുത്തിട്ട് ഞങ്ങൾ എന്തോ വണ്ടിയുടെ അടുത്തേക്ക് ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് കേൾക്കുന്നത് ഭയങ്കര ബഹളാണ് അവിടുന്ന്. അപ്പൊ എവിടെ സന്ദേശന അച്ഛന് ഹിന്ദി ഒന്നാമത് അറിഞ്ഞൂടാ. അവിടെ പോയിട്ട് ഹിന്ദി അറിയാത്ത ഹിന്ദിക്കാരോട് ലെക്ചറയോ. ഞാൻ ഉള്ളിലേക്ക് പോയി, അപ്പൊ എന്താ പ്രശ്നം? അപ്പൊ അയാള് ഞങ്ങളോട് പറഞ്ഞു, മാം ये बोल रहे चीनी चाय चाहिए, मैंने तो चीनी चाय दिया दे, ये बोल रहे नहीं, ये पता नहीं क्या बोल रहे. അച്ഛൻ എന്താ പ്രശ്നം? അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, ചീനി ചീനി ചായ, ചായയില് പിന്നെ ചീനി വേണ്ട. ഞാൻ അവരോട് പറഞ്ഞു, വീണ്ടും പതിനെട്ട് കൊണ്ട് തരാം. പിന്നെ ഞാനോട് വ്യക്തമായിട്ട് പറഞ്ഞു, ചീനി ചായ. അവൻ പതിനെട്ട് കൊണ്ട് തരാം. ഞാൻ പറഞ്ഞു, അച്ഛാ ചീനി നെഹി ചൈനല്ലേ പറഞ്ഞത്, വിത്തൗട്ട് ഷുഗർ നമ്മൾ പറഞ്ഞാൽ പോരാ. അച്ഛൻ അറിയില്ലെങ്കിൽ ഇതിന്റെ ഹിന്ദി പറഞ്ഞത്. അങ്ങനെ അച്ഛനെ ഞങ്ങൾ കശ്മീരിൽ കൊണ്ടുപോയിട്ട് കുറേ അച്ഛന്റെ കോമഡികൾ ഉണ്ട് കേട്ടോ. പക്ഷെ പറഞ്ഞപ്പോ എന്റെ ചേട്ടന്റെ അച്ഛൻ കാണാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ്. കണ്ടു കഴിഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് അറിയില്ല. സോ അപ്പൊ എനിക്ക് രാജ്മ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും അച്ഛനെ ഓർമ്മ വരാം. കാരണം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്കൊക്കെ ഭയങ്കര രാജ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയി ശീലിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. പക്ഷെ എന്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം രാജമ്മ എന്ന് പറയുന്നത് എത്രയും വെറുക്കപ്പെട്ട ഒരു സാധനമാണ്. സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കാണിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ രാജ്മ ഇടാണ്. ഇത്ര രാജ്മ ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഒരു 5-6 മണിക്കൂർ നന്നായിട്ട് വെള്ളത്തിൽ പുതർത്തി വെക്കണം. എന്നിട്ട് ഒരു 5-6 വിസിലിന് ശേഷമാണ് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ഉള്ളിയാണ്. എന്നിട്ട് ഇതൊക്കെ കൂടെ ക്രഷ് ചെയ്യണം. ഉള്ളിയും വെളുത്തുള്ളി ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട്, അത്ര ഞാൻ ഇടുന്നില്ല കേട്ടോ. കുറച്ച് വെളുത്തുള്ളി ഇടുന്നുള്ളൂ. ഇഞ്ചി ആവശ്യത്തിന്, നമുക്ക് എത്ര ആവശ്യത്തിന് വേണോ അത്ര മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇത് 3ഉം കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്യണം. ഈ സമയത്ത് തന്നെ നമ്മളുടെ രാസ്മ നമ്മളൊരു 6-7 വിസിൽ കൊടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ അത് നന്നായിട്ട് ക്രഷ് ചെയ്യാം. ക്രഷ് ചെയ്തിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഞാൻ മസ്റ്റേർഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. മസ്റ്റേർഡ് ഓയിൽ ഉപയോഗിക്കുമ്പോഴാണ് അവരുടെ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. മസ്റ്റേർഡ് ഓയിൽ നന്നായിട്ട് ചൂടാവണം, ഇല്ലാച്ചെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ച കുത്തും. അതുകൊണ്ട് നല്ലോണം ചൂടായി എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ജീരകം ഇടാൻ പാടുള്ളൂ. സോ ഓയിൽ ചൂടായിട്ട് ജീരകം ഇടുക. എന്നിട്ട് ഇതിലേക്ക് കറാമ്പട്ടയും കറാമ്പും ഇടണം. പിന്നെ വലിയ ഇലാച്ചി, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇതെനിക്ക് ഒന്ന് ആമസോണിലൊക്കെ കിട്ടും കേട്ടോ. ബഡ ഇലാച്ചി എന്നാണ് അതിന് പറയുക, അതും ഇടണം. എന്നിട്ട് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ച് വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. നന്നായി മൂക്കണം. ഉപ്പില്ല പൊതുവെ അവരിടാറില്ല, പക്ഷെ ഞാനിടും. ബഡ ഇലാച്ചി ഇട്ടു, കറാമ്പട്ട ഇട്ടു, കറാമ്പും ഇട്ടു, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ഇനി ഒരു പച്ചമുളക് ചീന്തിയതിടാം. എപ്പോഴും പറയുന്ന പോലെ എനിക്ക് അധികം എരിവ് വേണ്ട, അതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ഉള്ളി നല്ലോണം മൂത്തു. ഞാനൊന്ന് അങ്ങോട്ട് പോയതായിരുന്നു, പക്ഷെ നല്ലോണം മൂത്തു. എന്നാലും കരിഞ്ഞിട്ടില്ല. ടേസ്റ്റ് ഉണ്ടാവേ ഉള്ളൂ കേട്ടോ. ഇത്രയും മൂത്താലും ടേസ്റ്റ് കുറയില്ല, നല്ല ടേസ്റ്റായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. മുളക് പൊടി, എരിവ് വേണ്ടവർക്ക് നല്ലോണം ഇടാം കേട്ടോ. എനിക്ക് കുറച്ച് മതി, ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി,
പിന്നെ കുറച്ച് ഗരം മസാല, കഴിഞ്ഞിട്ട് കുറച്ച് ടിക്കി മസാല. ഇതാണ് ഞാൻ ടിക്കി മസാല ഇങ്ങനെ ആക്കി എടുത്ത് വെച്ചതാട്ടോ. ഒന്നായിട്ട് ഞാൻ മേടിച്ചതാണ്. ഇതെങ്ങനെ പൊടിക്കാം നമുക്ക്. ഒരു ടിക്കി മസാല ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല. മഞ്ഞപ്പൊടി ഇടുമ്പോൾ അതിൻ്റെ കളറ് മാറും. അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല. സോ കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിയുള്ള തൈരാണെങ്കിൽ നല്ലതാണ്. തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് പിന്നെ കറിയായിട്ട് ചേരും. ഇല്ല എങ്കിൽ അതിങ്ങനെ പൊട്ടി പോവും. നമ്മളെ കറി കാണാനൊരു ചേലുണ്ടാവില്ല. സോ ഇളക്കിക്കൊണ്ടിരിക്കണം. തൈര് അതിലേക്ക് മിക്സ് ആവുന്നത് വരെ ഒരു 60 സെക്കൻഡ്സ് ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ റൗണ്ടിൽ ഇളക്കിയാൽ മതി. രാജ്മ ഒന്ന് വെള്ളത്തിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഉടയ്ക്കണം. നന്നായിട്ട് ഉടയ്ക്കണം. അപ്പോൾ തൈരൊക്കെ ഇതിൽ മിക്സായി. ഇനി നമ്മളൊന്ന് ഉടച്ച രാജ്മ ഇതിലേക്ക് ഇട്ടാം. ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 5 മിനിറ്റ്സ് ആ എണ്ണ മേലേക്ക് വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ ഞാൻ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ സമയം നോക്കി കുക്ക് ചെയ്യണം, കാരണം കുട്ടികൾ വരുന്നതിന് മുന്നേ ഫുഡ് ആവണം. അപ്പം നമ്മളിതിലേക്ക് റാസ്മയുടെ വെള്ളം ഇടണം കേട്ടോ. റാസ്മ വേവിച്ച് വെച്ച വെള്ളം. ഇനി ഇതൊരു 10 മിനിറ്റ് തിളക്കട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റ് അതിനെ നമുക്ക് തിളയ്ക്കാൻ വിടാം. സോ 10 മിനിറ്റ് നല്ലോണം തിളച്ചു. ഇപ്പം നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്യുന്നതിന് മുന്നേ മല്ലിച്ചപ്പ് ഇട്ടു. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ കുറച്ച് ഗീയും. ഞാൻ ഓഫ് ചെയ്തു. നമ്മളെ റാസ്മ ആയി. അപ്പോൾ കുറച്ച് അവസാനം നെയ്യ് ഇടണം. നെയ്യ് ഇല്ലാച്ചെങ്കിൽ ബട്ടർ ഇടാം കേട്ടോ. സോ റാസ്മ റെഡി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ രാജ്മ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചില ആൾക്കാർ റാസ്മ, ഞങ്ങൾ റാസ്മ എന്നാണ് പറയുക, രാജ്മ എന്ന് പറയും. അങ്ങനെ പല പേര് വിളിക്കും. പക്ഷെ എൻ്റെ അച്ഛൻ്റെ രാജ്മ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.